അടുക്കളയിൽ നിന്നും എഴുത്തിന്റെ അരങ്ങിലേക്കുള്ള നിർഭയമായ യാത്രയാണ് ഈ എഴുത്തുകാരിയുടെ ജീവിതം. മറക്കുടയ്ക്കുള്ളിൽ നിന്നും അക്ഷരങ്ങളുടെ പുതുലോകത്തേക്കിറങ്ങിയ കെ.ബി. ശ്രീദേവിയുടെ ഉപാസനാമൂർത്തികൾ പുസ്തകങ്ങളായിരുന്നു. ഓർമ്മിക്കാൻ മധുരമായൊന്നുമില്ലാത്ത ആ അന്തർജനം ലോകത്തിന്റെ നിത്യാനുഭവങ്ങളിലൂടെ നടത്തിയ യാത്രയാണ് അവരുടെ എഴുത്തു ജീവിതം. ചുറ്റും കണ്ട ജീവിതമായിരുന്നു അവരുടെ ഊർജം. അചഞ്ചലമായ വിധിബോധത്തിന്റെ ഇരകളായ മനുഷ്യരുടെ ജീവിതത്തിലൂടെ നടത്തിയ ഏകാന്ത യാത്രകളാണ് അവരുടെ കൃതികൾ. കിഴക്കൻ ഏറനാടിലെ പുരാതന വൈദിക കുടുംബത്തിൽ VMC നാരായണൻ ഭട്ടതിരിപ്പാടിന്റെയും ഗൗരി അന്തർജനത്തിന്റെയും മകളായി 1940 കെ.ബി. ശ്രീദേവിയുടെ ജനനം. നമ്പൂതിരി കുടുംബങ്ങളിലെ പാരമ്പര്യ രീതി പ്രകാരമായിരുന്നു കെ.ബി. ശ്രീദേവിയുടെ വിദ്യാഭ്യാസവും നടന്നത്. അതൊരു നല്ല വലിയ കൂട്ടുകുടുംബമായിരുന്നു. അതിൽ ഒരംഗമായിട്ട് ഞാനും വളർന്നു. എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പഠിക്കണം, എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു എപ്പോഴും. അപ്പോൾ ഞങ്ങൾ കുട്ടികളെ എല്ലാവരെയും കൂടിയിട്ട് അവിടെ ചാത്തു എഴുത്തച്ഛൻ ഉണ്ടായിരുന്നു. നിലത്തെഴുത്ത് പഠിപ്പിക്കുന്ന എഴുത്തച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ അവിടെ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ, ഇല്ലത്തെ സ്ഥലത്ത് തന്നെ ഒരു സ്ഥലത്ത് എഴുത്തച്ഛൻ വന്ന് പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ നാട്ടിലുള്ള കുട്ടികളൊക്കെ അവിടെ വരും. അങ്ങനെ ഒരു സമ്പ്രദായമാണ് അവിടെ ഇല്ലത്തെ. ഈ നമ്പൂതിരി കുട്ടികളാണെങ്കിലും ബാക്കിയുള്ള എല്ലാ കുട്ടികളും അടുത്തുള്ള വീട്ടുകളിലെ കുട്ടികളൊക്കെ അവിടെ വന്ന് പഠിക്കും. നിലത്തെഴുത്തും പിന്നെ അഷ്ടകങ്ങൾ, ഗണാഷ്ടകം, മുകുന്ദാഷ്ടകം, അതൊക്കെ അവിടെ ഇരുന്നിട്ട് പഠിച്ചു. പിന്നെ കുറച്ചൊക്കെ ഈ കണക്കും എഴുത്തച്ഛൻ പഠിച്ചു. അപ്പോൾ ഈ എഴുത്തച്ഛന് വയ്യാണ്ടായി പോയി. പിന്നെ ഞങ്ങൾക്ക് ആരാ വേണ്ടതെന്നാണ് ഒരു വാര്യർ മാഷ് വന്നു, സ്വർണ്ണത്ത് രാമവാര്യർ. വാര്യർ മാഷ് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ആ പഠനത്തിൻ്റെ ഒരു രീതി മനസ്സിലായത്. അങ്ങനെ മാഷാണ്. പിന്നെ അപ്പോൾ ഈ അച്ഛൻ്റെ ആദ്യസ്ഥാനത്തിൽ വണ്ടൂർ ഒരു സ്കൂൾ സ്ഥാപിച്ചു, ഹൈസ്കൂള്. അച്ഛൻ്റെ കുറേ സുഹൃത്തുക്കളുടെയും കൂട്ടായ്മയായിട്ട് അവരുടെ ആദ്യസ്ഥാനത്തിൽ. അങ്ങനെ ഞങ്ങളെ ഇല്ലത്തുള്ള ഏട്ടന്മാരെ 2 പിന്നെ അച്ഛൻ്റെ മരുമക്കളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന ഒരു അയ്യരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനെയും, ഒരു അനാഥമായിട്ട് വന്നവരാണ്, അവരെയും ഒക്കെ കൂടി ഞങ്ങൾ സ്കൂളിലേക്ക് പോകും. കുടുംബത്തിലെ ചിട്ടവട്ടങ്ങൾക്ക് വഴങ്ങി 10ാം ക്ലാസ്സോടെ കെ.ബി. ശ്രീദേവിക്ക് തന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടി വന്നു. പക്ഷേ അറിയാനും വായിക്കാനും എഴുതാനുമുള്ള മനസ്സിന്റെ ത്വര ശ്രീദേവിക്ക് പുതിയ വഴികൾ തുറന്നുകൊടുത്തു. ഞാൻ കുറേ ലഹള കൂട്ടി എനിക്ക് കോളേജിൽ ചേരണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ആരും സമ്മതിച്ചില്ല. അപ്പോൾ അവിടെ ഇല്ലത്ത് വന്ന് ഇരിപ്പായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പഠിക്കണമെന്നുണ്ട്, വായിക്കണമെന്നുണ്ട്. വായിക്കാൻ പുസ്തകമില്ല. അപ്പോഴാണ് അവിടെ കുട്ടികളെയൊക്കെ നോക്കണ ഒരു എച്ചുണ്ടായിരുന്നു, എൻ്റെ ഒപ്പം പ്രായം. അപ്പോൾ എച്ചു പറഞ്ഞു, അവിടെ രാമൻ നായരുടെ പീടികയിൽ കുറേ പുസ്തകം കാണാനുണ്ട്, ഞാൻ കൊണ്ടിട്ടേ അത്, എന്നാൽ അവനിക്ക് വായിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ നീ പോയി മേടിച്ചോണ്ട് വാ, ഞാൻ പറഞ്ഞു എന്നിട്ട് ആ എച്ചു എനിക്ക് കുറേ പുസ്തകം കൊണ്ട് തന്നിട്ടുണ്ട്. അത് അന്നത്തെ വലിയ വലിയ പുസ്തകങ്ങളാണ്, പാവങ്ങളിൽ അങ്ങനത്തെ പുസ്തകങ്ങളാണ്. അത് ഞാൻ രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ വായിക്കും. ശ്രീദേവിയുടെ പഠിക്കുവാനുള്ള സമരത്തിനു വഴങ്ങി ഒടുവിൽ അമ്മ ശ്രീദേവിയെ പാട്ടു പഠിപ്പിക്കുവാൻ സൗമനസ്യം കാണിച്ചു. അവിടെ വച്ച് ദേവകി ടീച്ചർ ശ്രീദേവിയുടെ വഴികാട്ടിയായി. കനമേറിയ പുസ്തകങ്ങൾ, വലിയ വലിയ എഴുത്തുകാർ. കെ.ബി. ശ്രീദേവി വായനയുടെ ലോകത്തിൽ മുഴുകി. ഞാൻ രാത്രി പാട്ട് പഠിപ്പിക്കുക കഴിഞ്ഞിട്ട് രാത്രി ഇവരൊക്കെ കിടക്കാൻ പുറപ്പെട്ടാൽ ഞാൻ പുസ്തകം തിരിക്കുകയായി. വലിയ വലിയ പുസ്തകങ്ങളാണ്, അത് വയ്ക്കാൻ വയ്യ. ഈ അധികം വന്ന് റഷ്യൻ സാഹിത്യത്തിൻ്റെ ആയിരുന്നു, അതിൻ്റെ ട്രാൻസ്ലേഷൻസാണ് എനിക്ക് കിട്ടിയിരുന്നത്. അതിങ്ങനെ കടന്നു വായിക്കും. അപ്പോൾ ഇവരിങ്ങനെ പറയും, ചെറിയ ചിമ്മിനി വിളക്ക് വെച്ചിട്ടാണ് വായിക്കുക. കിടക്കും അവനെ, ഇനി മതി, നാളെ നേരത്തെ എന്ത് ചെല്ലണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നാലും ഞാൻ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ വെളിച്ചാവോളം ഇരുന്ന് വായിക്കും. എന്നിട്ട് പിന്നെ വെളിച്ചാകുമ്പോൾ പാട്ട് പാടാൻ ഇരിക്കാൻ ഉറക്കം തോന്നും. പക്ഷെ അതൊന്നും അവർക്കൊരു വിഷയമല്ല. അവർക്ക് എന്നെ ഒന്ന് വാർത്തെടുക്കണം, അതുതന്നെയായിരുന്നു. എനിക്ക് വല്ലാത്തൊരു ബന്ധമാണ് അവരോടുണ്ടായിരുന്നത്. ഒരു ദിവസം കുളക്കടവിൽ ഒരു പക്ഷി ചത്തുകിടന്ന സാധാരണ കാഴ്ച ശ്രീദേവിയുടെ മനസ്സിനെ അസാധാരണമായി ഉലച്ചു. തലേ ദിവസം വായിച്ച ഉമ്മാച്ചുവിന്റെ മായന്റെ മരണവും ആ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരുന്നു. അവിടുന്ന് അക്ഷരങ്ങൾ ജനിച്ചു. യുഗാന്തരങ്ങളിലൂടെ എന്ന തന്റെ ആദ്യ രചനയ്ക്കായി കെ.ബി. ശ്രീദേവി തൂലിക ചലിപ്പിച്ചു. ദുഃഖം
ആണ് കഥ ഉണ്ടാക്കണത്, അല്ലെങ്കിൽ കഥയ്ക്കൊരു ഉത്ബോധനം അങ്ങനെ ഉണ്ടാക്കണതെന്നൊരു പറയലുണ്ട്. അത് ശരിയാണെന്നൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. എല്ലാവരും അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത് കുറച്ചെനിക്ക് അനുഭവമായി. അത് ഞങ്ങൾ രാവിലെ എൻ്റെ പാട്ട് ടീച്ചറും ഞാനും കൂടിയിട്ട് കുളിക്കാൻ പോവായിരുന്നു അമ്പലക്കുളത്തിലേക്ക്. കുറച്ച് ചെറിയൊരു മഴയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കന്ന് 14 വയസ്സായിട്ടുള്ളൂ. അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് അപ്പുറത്തെ ഒരു പക്ഷി ഇങ്ങനെ ചത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ മേൽ നിറച്ച് ഇങ്ങനെ ഉറുമ്പൊക്കെ വന്ന് പൊത്തിയിരിക്കണം. എന്നിട്ട് 4 പുറത്തും ഇങ്ങനെ ഓരോ ജന്തുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളൊരു പക്ഷിയായിരുന്നു. അത് കണ്ടപ്പോൾ വല്ലാണ്ട് എന്തോ ഒരു ദുഃഖം തോന്നി ഇങ്ങനെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, അത് ഇത്ര നേരം ഇങ്ങനെ പാറി കളിച്ച് പാട്ടുപാടി നടന്നിരുന്നതാവും, അത് ഇത്ര വേഗം ചത്ത അളിഞ്ഞില്ലേ എന്നിട്ട് അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കളിച്ചിടങ്ങി. എന്നിട്ട് ഞാൻ അപ്പോൾ ടീച്ചർ ഇങ്ങനെ പിന്നെ നോക്കി പറയുന്നുണ്ട്, പാട്ട് ടീച്ചർ, വരൂ അവനെ വേഗം വരൂ, കുളിച്ചു പോകണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് മനസ്സിലാവണില്ല. അതിങ്ങനെ എൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് വലുതായി. അങ്ങനെ വലുതായിട്ട് അന്ന് രാത്രി ഞാൻ ഇരുന്നിട്ട് ഒരു കഥ എഴുതി. അതാണ് ആദ്യം എഴുതിയിട്ടുള്ള കഥ. അന്ന് തുഞ്ചത്തെഴുത്തച്ഛൻ മാസികയുടെ പത്രാധിപർ ഒരു രാമൻ നായരായിരുന്നു. അദ്ദേഹത്തിന് ആ കഥയോടും പിന്നെ എൻ്റെ ഈ പ്രവർത്തനങ്ങളോടൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. വളരെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ഇല്ലത്തൊന്നും അറിഞ്ഞാൽ തന്നെ അവർക്ക് ഇഷ്ടാവില്ല. പക്ഷെ അദ്ദേഹം വളഞ്ഞ വഴിയിൽ കൂടിയൊക്കെ വന്നിട്ട് 10 ഉറുപ്പിക തന്നു എൻ്റെ കയ്യിൽ. ഞാൻ അങ്ങനെ കഥ എഴുതിയാൽ പണം കിട്ടുന്നതെന്ന് എനിക്കറിയില്ല, അത്രയ്ക്കൊന്നും ആയിട്ടുമില്ല. അതെനിക്ക് വലിയൊരു അത്ഭുതമായി. അതാണ് ആദ്യം കിട്ടിയ പ്രതിഫലം, കഥയ്ക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ പ്രതിഫലം അതാണ്.